രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആദ്യ ലൈംഗിക പീഡന കേസിലെ രണ്ടാം പ്രതിയും രാഹുലിന്റെ സുഹൃത്തുമായ ജോബി ജോസഫിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കും. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. ഭ്രൂണഹത്യക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ നിർദ്ദേശപ്രകാരം മരുന്ന് കൈമാറിയത് ജോബി എന്നായിരുന്നു അതിജീവിതയുടെ മൊഴി. വീണ്ടും വീണയിലേക്ക് പോവുകയാണ്. വീണ, പ്രധാനപ്പെട്ട ഒരു റോളാണ് ഈ വിഷയത്തിൽ, ഈ കേസിൽ രാഹുലിൻ്റെ സുഹൃത്തായ ജോബിക്ക് ഉള്ളത്. അത് ഏറെക്കുറെ ശരിയാണ് എന്നാണ് ഈ കേസ് അന്വേഷിക്കുന്ന പോലീസും പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായും പ്രോസിക്യൂഷൻ ജോബിയുടെ ജാമ്യാപേക്ഷ, മുൻകൂർ ജാമ്യാപേക്ഷ എതിർക്കും എന്ന കാര്യത്തിൽ സംശയം ഇല്ല. ജോബി ഇത് നിഷേധിച്ചിട്ടുണ്ട്. പക്ഷേ കോടതി ഏത് വിധത്തിലായിരിക്കും ഇതിനെ നോക്കിക്കാണുക എന്ന് നമുക്ക് ഇനിയും കാത്തിരിക്കേണ്ടതുണ്ട്. എന്തായിരിക്കും ഈ വിഷയത്തിൽ കോടതിയുടെ സമീപനം, കോടതിയുടെ ഇടപെടൽ എങ്ങനെയായിരിക്കും വീണ? അനിൽ നമ്പ്യാർ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആദ്യ ലൈംഗിക പീഡന പരാതിയിലെ രണ്ടാം പ്രതിയാണ്, കേസിലെ രണ്ടാം പ്രതിയാണ് ജോബി ജോസഫ്. ഒപ്പം തന്നെ രാഹുലിന്റെ സുഹൃത്തു കൂടിയാണ്. ഇതുമായി ബന്ധപ്പെട്ട് അതിജീവിതം നൽകിയ മൊഴിയിൽ കൃത്യമായി പറയുന്നുണ്ട്, ഭ്രൂണഹത്യയ്ക്കുള്ള മരുന്ന് എത്തിച്ചു നൽകിയത് ഇയാളായിരുന്നു, ജോബി ആയിരുന്നു. ജോബിക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിവരങ്ങളും അറിയായിരുന്നു. രാഹുലിന്റെ സുഹൃത്തായതിനാൽ തന്നെ രാഹുൽ ഇക്കാര്യങ്ങളെല്ലാം ജോബിയുമായി പങ്കുവച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് തനിക്ക് മരുന്ന് കൊണ്ട് നൽകിയതെന്ന് യുവതി കൃത്യമായിട്ടുള്ള മൊഴി നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലും ആ വിവരങ്ങളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് പോലീസ് രണ്ടാം പ്രതിയായി ഇയാൾക്കെതിരെ കേസെടുത്തത്. എന്നാൽ ഒളിവിൽ കഴിയുകയാണ് ജോബിക്ക് അറസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്യുമെന്നൊക്കെ ഉറപ്പായ സാഹചര്യത്തിലാണ് ഇക്കഴിഞ്ഞ 11-ാം തീയതി തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യവുമായി കോടതിയെ സമീപിച്ച് ചില വാദങ്ങൾ നിരത്തുന്നുണ്ട്. പക്ഷേ ആ വാദങ്ങളൊന്നും നിലനിൽക്കില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് തനിക്ക് എന്ത് മരുന്നാണെന്ന് അറിയില്ല, ആ മരുന്നിന്റെ ഗുരുതര സ്വഭാവം തനിക്കറിയില്ല, ഭ്രൂണഹത്യയ്ക്കുള്ള മരുന്നാണെന്ന് തന്നോട് പറഞ്ഞിരുന്നില്ല, താൻ മരുന്ന് കൊണ്ട് കൊടുത്തത് അതിജീവിതയുടെ നിർദ്ദേശപ്രകാരം മാത്രമാണെന്നാണ് ഈ ഒരു മുൻകൂർ ജാമ്യാപേക്ഷയിൽ ജോബി വാദിക്കുന്നത്. എന്നാൽ ജോബിയുടെ ഈ വാദങ്ങൾ ഖണ്ഡിക്കുന്ന തെളിവുകളായിരിക്കും പ്രോസിക്യൂഷൻ ഇന്ന് കോടതിയിൽ ഹാജരാക്കുക. കൃത്യമായിട്ടുള്ള തെളിവുകൾ അതിജീവിതയുടെ പക്കലുണ്ട്. രാഹുലുമായി ഇയാൾക്കുള്ള ബന്ധം, അതായത് ജോബിക്കുള്ള ബന്ധം അടുത്ത സൗഹൃദമാണ്. അത്തരത്തിലുള്ള ചിത്രങ്ങളടക്കം സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. പലയിടത്തും രാഹുലിനൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളും ഒപ്പം തന്നെ രാഹുലുമായിട്ടുള്ള എല്ലാ വിവരങ്ങളും ജോബിയും തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പങ്കുവയ്ക്കാറുമുണ്ട്. അതിനാൽ തന്നെ ഉറ്റ സുഹൃത്തായതിനാൽ തന്നെ ആ ഒരു വിശ്വാസത്തിന്റെ പുറത്തായിരിക്കുമല്ലോ ഇത്തരത്തിലുള്ള മരുന്നൊക്കെ കൊടുത്തു നൽകുക എന്നുള്ള ഒരു അനുമാനത്തിൽ തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങളും ഈ അതിജീവിതയും രാഹുൽ മാങ്കൂട്ടത്തുമായിട്ടുള്ള ബന്ധത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ജോബിക്ക് അറിയാമെന്ന് തന്നെയാണ് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇന്ന് ജാമ്യം നിഷേധിക്കുകയാണെങ്കിൽ ആ സാഹചര്യത്തിൽ ജോബിയെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യുവാനുള്ള നടപടിക്രമങ്ങളിലേക്കായിരിക്കും SIT സംഘം കടക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴും ജോബി ഒളിവിലാണ്. അതേസമയം ഈ കേസുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ നാളെ ആയിരിക്കും ഹൈക്കോടതി പരിഗണിക്കുക. അനിൽ നമ്പ്യാർ. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ആദ്യ ലൈംഗിക പീഡന കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന രാഹുലിൻ്റെ സുഹൃത്ത് ജോബി ജോസഫിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിക്കും. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഈ കേസിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി നാളെ വിധി പറയും എന്നാണ് കരുതുന്നത്. അതായത് ഈ അതിജീവിതയ്ക്ക് ഗുളികകൾ കൈമാറിയത്, പിൽസ് കൈമാറിയത് ജോബി ജോസഫ് എന്നായിരുന്നു അതിജീവിതയുടെ മൊഴി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അയാളെ പ്രതി ചേർത്തത്. എന്തായാലും കോടതി എന്ത് നടപടി സ്വീകരിക്കുമെന്ന് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകളിലേക്ക് പോകാം ഇടവേളയ്ക്ക് ശേഷം. Perfect match.